മാനസികാരോഗ്യം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തോടൊപ്പം മാനസികാരോഗ്യപരമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ നിരവധി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു. വേൾഡ് മെൻ്റൽ ഹെൽത്ത് മാസമായ ഒക്ടോബറിലെ ഈ ഒരാഴ്ച വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമിനെ പറ്റി അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ചോദിച്ചറിയാം. എന്താണ് ഈ സയസ്റ്റ എന്നുള്ള ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് വീക്കിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങുന്നത്. ഇത് ഫസ്റ്റായിട്ട് 1992 ഇതൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ എല്ലാവരും ഫിസിക്കൽ ഹെൽത്ത് എപ്പോഴും നമ്മൾ നോക്കും, പക്ഷേ മെൻ്റൽ ഹെൽത്ത് ആരും അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ വിവിധ പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് നമ്മൾ ആർട്ട് ഗാലറി, സ്കിസോഫ്രീനിയ പോലുള്ള ഒരുപാട് ഡിസോർഡേഴ്സിനെ കുറിച്ച് ആൾക്കാരിലേക്ക് ഒരു ധാരണ എത്തിക്കുക എന്നുള്ള ഇതിലാണ് ഈ ഒരു ആർട്ട് ഗാലറി തുടങ്ങിയിട്ടുള്ളത്. ഇതിന് കൂടെ അവയർനെസ് ആനിമേഷൻ വീഡിയോസ് നടത്തുന്നുണ്ട്. പിന്നെ 1 വീക്കായിട്ട് നമ്മൾ ഷോർട്ട് ഫിലിം പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. പിന്നെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ മെയിനായിട്ട് കൊണ്ടു നടക്കുന്നത്. ഈ പ്രോഗ്രാമിന് സയസ്റ്റ എന്നുള്ള പേര് വെക്കാനുള്ള കാരണം എന്താണ്? സൈക്കോളജി ഫെസ്റ്റിവൽ എന്നാണ് ശരിക്കും ഉദ്ദേശിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ പോലെ ചിലർ മന്ത്ലി ആയിട്ടോ അങ്ങനെ വീക്കായിട്ടൊക്കെ അങ്ങനെ ആഘോഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാംസ് നടത്തി പോരാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോമൺ ആയിട്ടൊരു പേര് സൈക്കോളജി ഫെസ്റ്റിവൽ എന്നുള്ളതിന് സയസ്റ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആർട്ട് ഗാലറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പിക്ചേഴ്സാണ്. നമ്മൾ ആക്ച്വലി പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്നലെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്ന എക്സിബിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ പല ഡോക്ടർമാരെയും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള അസുഖം വന്നാലോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. അതിന് നമ്മളുടെ സമൂഹത്തിൽ ആർക്കും തന്നെ ഒരു മടിയുമില്ല. ഞാൻ ഇന്ന ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് പറയാൻ യാതൊരു മടിയില്ല. പക്ഷേ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഡോക്ടേഴ്സിനെ കാണുക അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുക, സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതൊക്കെ ഭയങ്കര മടിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഹെൽത്തിനോടൊപ്പം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടിയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ മെൻ്റൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം? മെൻ്റൽ ഹെൽത്തിന് ഫിസിക്കലാകുമ്പോൾ നമ്മൾ ഡോക്ടറെ ആരെയും കാട്ടിയാൽ നമുക്ക് മരുന്നിട്ടാൽ റെഡി ആവും. പക്ഷെ മെൻ്റലാകുമ്പോൾ അങ്ങനെ പ്രശ്നം, നമ്മൾ ഡിപ്രഷന് ടെൻഷനൊക്കെ അടിച്ചാൽ അത് നമ്മൾ തന്നെ അതിന് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു റിലീഫ് കണ്ടെത്തണം. അല്ല നമ്മളിതേമാതിരി ഡോക്ടറൊന്ന് കാട്ടിയിട്ട് അതിന് കാര്യമില്ല. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങുക അങ്ങനെ എന്തെങ്കിലും നമുക്കത് മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കൊരു മെൻ്റൽ ഇഷ്യൂ ഉണ്ടാവുകയാണ്, അപ്പോൾ അതിനെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? കഴിയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാക്കാൻ നോക്കും, ബാക്കിയുള്ള സപ്പോർട്ട് തേടും. വേറെ ഒരാളോട് പറഞ്ഞ് നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ വേറെ ഒരാളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത്. കഴിയുന്നതും ബാക്കിയുള്ളവരോട് പറഞ്ഞ് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാക്കാൻ നോക്കി എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ ശ്രമിക്കും. ഒരു സൈക്കോളജിസ്റ്റിനെ കാണും, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് നമ്മളെല്ലാം എന്താണ് നമുക്ക് വന്ന ഡിപ്രഷന് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ തന്നെ മറ്റുള്ള ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഫ്രീ ആവില്ലേ. മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ശാരീരിക ആരോഗ്യം പോലെ തന്നെ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടം ഉണ്ടാക്കുക, അവരോട് നമ്മൾ സംസാരിക്കുക, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുക, എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക. അങ്ങനെയാകുമ്പോഴേ നമുക്ക് നല്ല രീതിയിലൊരു ജീവിതവും എപ്പോഴും മുമ്പോട്ടുണ്ടാകാൻ പറ്റുള്ളൂ. ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ ജീവിതം മാറും. പിന്നെ നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ആളായി മാറും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് മാനസിക ആരോഗ്യവും വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ട ഒന്നാണ്. പെട്ടെന്ന് കേൾക്കുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള ന്യൂസൊക്കെ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പാകത്തിൽ മനസ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ശരീരത്തിന് മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഒരേ രീതിയിൽ പോകാൻ പറ്റണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. നമ്മൾ സാധാരണ ഇപ്പോൾ ഫിസിക്കലി പിന്നെ നമ്മൾ ബാഡ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ മതി. പക്ഷേ മെൻ്റലി ബാഡ് ആവുകയാണെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. അതായത് ഒന്നുകിൽ ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻഗേജ് ചെയ്താൽ നമുക്ക് മെൻ്റലി ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മൾ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, അതാണ് നമുക്ക് ഏറ്റവും നല്ല പോസിബിളായ കാര്യം.